Hi all, this is Meera. Welcome back to our channel High School Maths PSC. PSC UPSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 60/2016. ടോട്ടൽ 100 ചോദ്യങ്ങളാണുള്ളത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 കണക്ക് ചോദ്യങ്ങളുടെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സുന്ദർബൻസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ്, ഡൽഹി, കർണാടകം, പശ്ചിമ ബംഗാൾ. ആൻസർ പശ്ചിമ ബംഗാളാണ്. സുന്ദർബൻസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ് ദുധ്വ നാഷണൽ പാർക്ക്. സുൽത്താൻപൂർ നാഷണൽ പാർക്ക്, സരിസ്ക നാഷണൽ പാർക്ക്, ക്വാലേശ്വർ നാഷണൽ പാർക്ക്, ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ഇവ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, നാഗർഹോൾ നാഷണൽ പാർക്ക്, ദന്തേലി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇവ സ്ഥിതി ചെയ്യുന്നത് കർണാടകമാണ്. ഇനി മറ്റ് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് നാഷണൽ പാർക്കുകളാണ്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. കാഞ്ചൻഗംഗ നാഷണൽ പാർക്ക് സിക്കിമിൽ സ്ഥിതി ചെയ്യുന്നു. ഗിർ ഫോറസ്റ്റ് ഗുജറാത്തിലാണ്. സത്യമംഗലം നാഷണൽ പാർക്ക്, മുത്തുമലൈ നാഷണൽ പാർക്ക് തമിഴ്നാടാണ്. സലിം അലി നാഷണൽ പാർക്ക് ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്നു. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് മഹാരാഷ്ട്രയിൽ. കേരളത്തിലെ നാഷണൽ പാർക്കുകളാണ് ഇരവികുളം, പെരിയാർ, സൈലന്റ് വാലി, വയനാട്, പറമ്പിക്കുളം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സുന്ദർബൻസ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ്? പശ്ചിമ ബംഗാളാണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 2018 ഹോക്കി ലോകകപ്പിന് വേദിയായ രാജ്യം? നെതർലാൻഡ്, ഇംഗ്ലണ്ട്, ഇന്ത്യ, പാകിസ്ഥാൻ. ഇന്ത്യയാണ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിങ്സ് ഓഫ് ഫയർ എന്ന ആത്മകഥ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാർഗരറ്റ് താച്ചർ, ഡോക്ടർ APJ അബ്ദുൽ കലാം, ബറാക് ഒബാമ, ആർ വെങ്കിട്ടരാമൻ. ഇവിടെ ആൻസർ ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് വിങ്സ് ഓഫ് ഫയർ. മാർഗരറ്റ് താച്ചർ ഫസ്റ്റ് ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ഇൻ ബ്രിട്ടൻ ആണ്. അവരുടെ ആത്മകഥയാണ് മാർഗരറ്റ് താച്ചർ ദ ഓട്ടോബയോഗ്രഫി. ബറാക് ഒബാമയുടെ ആത്മകഥയാണ് ഡ്രീംസ് ഫ്രം മൈ ഫാദർ. ആർ വെങ്കിട്ടരാമന്റെ ആത്മകഥയാണ് മൈ പ്രസിഡൻഷ്യൽ ഇയേഴ്സ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, അരി, ഗോതമ്പ് എന്നിവ ദാരിദ്ര്യ കുടുംബങ്ങൾക്ക് ചെറിയ തുകയ്ക്ക് ലഭ്യമാക്കാനുള്ള പദ്ധതി? ഓപ്ഷൻ എ അന്ത്യോദയ അന്ന യോജന, ഓപ്ഷൻ ബി ജവഹർ റോസ്ഗാർ യോജന, ഓപ്ഷൻ സി സമഗ്ര ആവാസ് യോജന, ഓപ്ഷൻ ഡി ഗ്രാമസ്വ റോസ്ഗാർ യോജന. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, അന്ത്യോദയ അന്ന യോജന. അപ്പം അന്നം, ആഹാരം, ആ രീതിയിൽ ഓർത്തിരിക്കാം. അരി, ഗോതമ്പ് എന്നിവ ദാരിദ്ര്യ കുടുംബങ്ങൾക്ക് ചെറിയ തുകയ്ക്ക് ലഭ്യമാക്കാനുള്ള പദ്ധതി ഓപ്ഷൻ എ അന്ത്യോദയ അന്ന യോജന. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ കാണപ്പെടുന്ന ജില്ല? ആലപ്പുഴ, കണ്ണൂർ, വയനാട്, കൊല്ലം. ആൻസർ കണ്ണൂരാണ്. ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കേരളത്തിൽ കാണപ്പെടുന്നത് കണ്ണൂരിലാണ്. അപ്പോൾ കണ്ടൽക്കാടുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സയൻസ് റിലേറ്റഡ് ആയിട്ടൊരു കാര്യം നോക്കുവാണെങ്കിൽ ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോഫോഴ്സ് കാണപ്പെടുന്നത് ഒരു ചെടിയാണ് കണ്ടൽക്കാടുകൾ. ആറാമത്തെ ക്വസ്റ്റ്യൻ, പെരിയാറിന്റെ പ്രധാന പോഷക നദിയാണ്? മഞ്ചേശ്വരം പുഴ, ചാലിപ്പുഴ, മുതിരപ്പുഴ, കാഞ്ഞിരപ്പുഴ. ഓപ്ഷൻ സി ആണ് ആൻസർ. പെരിയാറിന്റെ പ്രധാന പോഷക നദി മുതിരപ്പുഴ. സെവൻത് ക്വസ്റ്റ്യൻ, കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ 68% പ്രദേശത്തും കാണപ്പെടുന്നത്? കളിമണ്ണ്, ചെമ്മണ്ണ്, കറുത്ത മണ്ണ്, ലാറ്ററൈറ്റ്. അപ്പം കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിൽ 68% പ്രദേശത്തും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായ ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം? ആറ്റിങ്ങൽ കലാപം, അഞ്ചുതെങ്ങ് കലാപം, പഴശ്ശിയുടെ കലാപം, കുറിച്യരുടെ കലാപം. ഇവിടെ ആൻസർ ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 അതായത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. ഇനി അഞ്ചുതെങ്ങ് കലാപത്തെക്കുറിച്ച് നോക്കുവാണെങ്കിൽ 1697 അത് നടന്നത്. അത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ സംഘടിത കലാപമാണ്. അതാണ് ആറ്റിങ്ങൽ കലാപം ആൻസർ വന്നത്. അപ്പം കുരുമുളക് വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കുന്നതിന് എതിരെ വന്ന കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. പഴശ്ശിയുടെ കലാപം 1805 നടന്നത്. മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമാണിത്. കുറിച്യ കലാപത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1812 അത് നടന്നത്. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങൾക്കെതിരെ വയനാട്ടിൽ ആദിവാസികൾ നടത്തിയ സായുധ കലാപമാണ് കുറിച്യ കലാപം. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ ആധിപത്യത്തിനെതിരായ സംഘടിത പ്രക്ഷോഭം, ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ്. ആൻസർ ആറ്റിങ്ങൽ കലാപം. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? ഓപ്ഷൻ എ പാമ്പാടി ജോൺ ജോസഫ്, ഓപ്ഷൻ ബി ഡോക്ടർ വേലുക്കുട്ടിയാര്യൻ, ഓപ്ഷൻ സി ആനന്ദ തീർത്ഥൻ, ഓപ്ഷൻ ഡി
ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ. ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ കേരളത്തിൽ ആരംഭിച്ചത് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛന്റെ നേതൃത്വത്തിലായിരുന്നു. ഓപ്ഷൻ ഡി ആണ് ആൻസർ. പത്താമത്തെ ക്വസ്റ്റ്യൻ, അവശത അനുഭവിക്കുന്ന തന്റെ വിഭാഗത്തിന്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെട്ടിരുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവനാണ്. ഓപ്ഷൻ എ, ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നു. അദ്ദേഹം ചെമ്പഴന്തിയിലാണ് ജനിച്ചത്. SNDPയുടെ ആജീവനാന്ത പ്രസിഡന്റും അദ്ദേഹമാണ്. ഓപ്ഷൻ ബി, അയ്യങ്കാളി പുലയരുടെ രാജാവെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം. ഇന്ത്യയിലെ ആദ്യ തൊഴിലാളി നേതാവും അയ്യങ്കാളിയാണ്. ഓപ്ഷൻ ഡി, വൈകുണ്ഠസ്വാമികൾ കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അവശത അനുഭവിക്കുന്ന തന്റെ വിഭാഗത്തിന്റെ മോചനത്തിനായി അടിലഹള എന്നറിയപ്പെട്ടിരുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഓപ്ഷൻ സി, പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ, വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളെക്കാൾ ഓപ്ഷൻ എ ചലനവേഗത കുറവായിരിക്കും. ഓപ്ഷൻ ബി, തമ്മിലുള്ള അകലം കുറവായിരിക്കും. ഓപ്ഷൻ സി, ആകർഷണ ബലം കുറവായിരിക്കും. ഓപ്ഷൻ ഡി, ഊർജം കുറവായിരിക്കും. അപ്പോൾ ഈ ഫിഗറിൽ കാണപ്പെടുന്ന പോലെ തന്നെ ഫിഗറിൽ മൂന്ന് സ്റ്റേറ്റും പറയുന്നുണ്ട്, അതായത് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് വേണ്ടത് ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ദ്രാവകങ്ങളുടെയും വാതകങ്ങളുടെയും കേസാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് മോളിക്യൂൾസ്, അതായത് തന്മാത്രകൾ തമ്മിലുള്ള അകലം ഏതിൻ്റെ കേസിലാണ് കുറവുള്ളത്? ദ്രാവകങ്ങളുടെ കേസിലാണ് കുറവുള്ളത്. വാതകങ്ങൾക്ക് അവ തമ്മിൽ അകലം കൂടുതലാണ്. ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത് അകലം കുറവായിരിക്കും എന്നതാണ്. വാതക തന്മാത്രകൾക്ക് അകലം കൂടുതലാണ്. ഈ അകലം കൂടാനുള്ള കാരണം ഈ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണം കുറവായിരിക്കുന്നത് കൊണ്ടാണ്. ഇവ തമ്മിലുള്ള ആകർഷണം കുറവായതുകൊണ്ടാണ് അവയ്ക്ക് വാതക തന്മാത്രകൾക്ക് ചലനവേഗത കൂടുതലായിരിക്കും, ഊർജവും കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ വാതക തന്മാത്രകൾക്ക് ദ്രാവക തന്മാത്രകളേക്കാൾ ആകർഷണ ബലം കുറവായിരിക്കും. ആകർഷണ ബലം കുറഞ്ഞതുകൊണ്ട് തന്നെ അവ തമ്മിലുള്ള അകലം കൂടുതലാണ്, അവയ്ക്ക് ഊർജം കൂടുതലാണ്, അവയുടെ ചലന വേഗതയും കൂടുതലായിരിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ. 12ാമത്തെ ക്വസ്റ്റ്യൻ, സമ്പർക്ക പ്രക്രിയ വഴിയാണ് വ്യാവസായികമായി ഓപ്ഷൻ എ അമോണിയ നിർമ്മിക്കുന്നത്. ഓപ്ഷൻ ബി, സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത്. ഓപ്ഷൻ സി, നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്നത്. ഓപ്ഷൻ ഡി, അലൂമിനിയം നിർമ്മിക്കുന്നത്. അപ്പോൾ സമ്പർക്ക പ്രക്രിയ വഴിയാണ് സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കണ്ടിരിക്കുന്നതാണ്, ക്ലോർ ആൽക്കലി പ്രവർത്തനം ഏത് രാസവസ്തുവിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ്? ക്ലോർ ആൽക്കലി പ്രവർത്തനം സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ജലം തിളച്ച് നീരാവിയാകുന്നത് ഏത് ടെമ്പറേച്ചറിലാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ 100 കെൽവിൻ. ഓപ്ഷൻ ബി 100 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓപ്ഷൻ സി 273 ഡിഗ്രി കെൽവിൻ. ഓപ്ഷൻ ഡി 373 ഡിഗ്രി കെൽവിൻ. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്കറിയാവുന്ന കാര്യം വെള്ളത്തിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റ് സെൽഷ്യസിലല്ല. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെൽവിൻ യൂണിറ്റ് നോക്കുവാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെൽവിൻ യൂണിറ്റ് 273 കെൽവിൻ ആണ്. 100 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 373 കെൽവിൻ ആണ്. അപ്പോൾ ഇവിടെ ജലം തിളച്ച് നീരാവിയാകുന്നത്, അതിൻ്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 373 കെൽവിൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി ഫാരൻഹീറ്റ് നോക്കുവാണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇവിടെ ജലം തിളച്ച് നീരാവിയാകുന്നത് 373 കെൽവിനിലാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവക അവസ്ഥയിലുള്ള ഒരു അലോഹ മൂലകമാണ്. ഓപ്ഷൻ എ മെർക്കുറി. ഓപ്ഷൻ ബി ബ്രോമിൻ. ഓപ്ഷൻ സി ഗാലിയം. ഓപ്ഷൻ ഡി സൾഫർ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ബ്രോമിൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു നോൺ മെറ്റൽ എലമെന്റ് ആണ്. അലോഹ മൂലകത്തിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ബ്രോമിൻ ആണ്. മെർക്കുറി വരിക ഒരു ലോഹ മൂലകത്തിന്റെ കേസ് വരുമ്പോഴത്തേക്കുമാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആധുനിക ആവർത്തന പട്ടികയിൽ ആകെ എത്ര ബ്ലോക്കുകൾ ഉണ്ടെന്നാണ് ചോദിക്കുക. ഓപ്ഷൻ എ 4. ഓപ്ഷൻ ബി 7. ഓപ്ഷൻ സി 18. ഓപ്ഷൻ ഡി 118. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും SPDF 4 ബ്ലോക്കുകളാണുള്ളത്. ആധുനിക ആവർത്തന പട്ടികയിലാകെ 4 ബ്ലോക്കുകളാണുള്ളത്. 16ാമത്തെ ക്വസ്റ്റ്യൻ, നിറമില്ലാത്ത ഒരു സംയുക്തമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, കോപ്പർ സൾഫേറ്റ്, അമോണിയം ഡൈക്രോമേറ്റ്, മാംഗനീസ് ഡയോക്സൈഡ്. നിറമില്ലാത്ത സംയുക്തം സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അലസവാതകം അല്ലാത്തത് സിനോൺ, ഹീലിയം, ഗാലിയം, റഡോൺ.
അപ്പോൾ ഈ ഫിഗറിൽ കാണപ്പെടുന്ന പോലെ തന്നെ 18ാമത്തെ ഗ്രൂപ്പിൽ പെടുന്നത് ഉത്കൃഷ്ട മൂലകങ്ങൾ അല്ലെങ്കിൽ അവയെ അലസവാതകങ്ങൾ എന്ന് പറയാം. ഹീലിയം, നിയോൺ, അർഗൺ, ട്രിപ്റ്റൻ, സിനോൺ, റോഡോൺ ഇവയെല്ലാം തന്നെ ഉത്കൃഷ്ട മൂലകങ്ങളാണ് അല്ലെങ്കിൽ അലസവാതകമാണ്. അപ്പം നമ്മുടെ ഈ ഓപ്ഷനിൽ ചോദിച്ചിരിക്കുന്ന ഗാലിയം വന്നിരിക്കുന്നത് 13ാമത്തെ ഗ്രൂപ്പിലാണ്. അതൊരു മെറ്റലാണ്. ബ്ലൂ കളറിലാണ് കാണിച്ചിരിക്കുന്നത്. അത് ലോഹമാണ്, മെറ്റലാണ്. അപ്പോൾ അലസവാതകം അല്ലാത്തത് ഗാലിയമാണ്. സിനോൺ, ഹീലിയം, റോഡോൺ ഇവയെല്ലാം തന്നെ ഉത്കൃഷ്ട മൂലകങ്ങളാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, അമോണിയ വാതകം ഈർപ്പരഹിതമാക്കുന്നതിന് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ എ ഗാഡ സൾഫ്യൂരിക് ആസിഡ്, ഓപ്ഷൻ ബി ഗാഡ നൈട്രിക് ആസിഡ്, ഓപ്ഷൻ സി സോഡിയം ക്ലോറൈഡ്, ഓപ്ഷൻ ഡി കാൽസ്യം ഓക്സൈഡ്. അമോണിയ വാതകം ഈർപ്പരഹിതമാക്കുന്നതിന് ഉപയോഗിക്കുന്നത് കാൽസ്യം ഓക്സൈഡ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 19ാമത്തെ ക്വസ്റ്റ്യൻ, സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ചാണ് ഓപ്ഷൻ എ സൾഫേറ്റ് തിരിച്ചറിയുന്നത്, ഓപ്ഷൻ ബി നൈട്രേറ്റ് തിരിച്ചറിയുന്നത്, ഓപ്ഷൻ സി കാർബണേറ്റ് തിരിച്ചറിയുന്നത്, ഓപ്ഷൻ ഡി ക്ലോറൈഡ് തിരിച്ചറിയുന്നത്. അപ്പോൾ സിൽവർ നൈട്രേറ്റ് ടെസ്റ്റ് നടത്തുന്നത് ക്ലോറൈഡ് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 20ാമത്തെ ക്വസ്റ്റ്യൻ, 4-അസറ്റമിഡോഫിനോൾ എന്നത് ഓപ്ഷൻ എ ലോഷനാണ്, ഓപ്ഷൻ ബി ആസ്പിരിൻ ആണ്, ഓപ്ഷൻ സി പാരസെറ്റമോൾ ആണ്, ഓപ്ഷൻ ഡി റെസിൻ. അപ്പോൾ ഇവിടുത്തെ ആൻസർ 4-അസറ്റമിഡോഫിനോൾ എന്നത് പാരസെറ്റമോൾ ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രാഥമിക വർണ്ണമല്ലാത്തത്. പച്ച, മഞ്ഞ, നീല, ചുമപ്പ്. അപ്പം ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പ്രാഥമിക വർണ്ണം അല്ലെങ്കിൽ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റെഡ്, ഗ്രീൻ, ബ്ലൂ. പച്ച, ചുമപ്പ്, നീല. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ ബി ആണ് ആൻസർ, മഞ്ഞ. അപ്പോൾ ഇതിനെ റിലേറ്റഡ് ആയിട്ട് മറ്റു ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അതായത് ദ്വിതീയ വർണ്ണം അല്ലെങ്കിൽ സെക്കൻഡറി കളേഴ്സ് ഏതൊക്കെയാണെന്ന്, അല്ലെങ്കിൽ ഏതെല്ലാം കളേഴ്സ് ചേരുമ്പോഴാണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. അതായത് റെഡും ബ്ലൂവും ചേരുമ്പോഴത്തേക്കും, ചുമപ്പും നീലയും ചേരുമ്പോഴത്തേക്കുമാണ് മജന്ത ഫോം ചെയ്യുന്നത്. ബ്ലൂ അതായത് നീലയും പച്ചയും ചേരുമ്പോൾ സയൻ ഫോം ചെയ്യും. പച്ചയും ചുമപ്പും ചേരുമ്പോൾ യെല്ലോ മഞ്ഞ കളർ ഫോം ചെയ്യും. അപ്പം മഞ്ഞ, മജന്ത, സയൻ ഇവയാണ് ദ്വിതീയ വർണ്ണങ്ങൾ. ഇവ മൂന്നും അതായത് പ്രാഥമിക വർണ്ണം മൂന്നും ചേർന്ന് കഴിഞ്ഞാൽ, ചുമപ്പ്, പച്ച, നീല ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുക വെള്ള കളറാണ്, വൈറ്റ് കളറാണ്. അപ്പം ഇത് ചോദിക്കാറുണ്ട്. 22ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡയോഡിൻ്റെ ധർമ്മം എന്താണ്? ഓപ്ഷൻ എ റെക്ടിഫിക്കേഷൻ, ഓപ്ഷൻ ബി വൈദ്യുതി സംഭരിച്ചു വെക്കൽ, ഓപ്ഷൻ സി ആംപ്ലിഫിക്കേഷൻ, ഓപ്ഷൻ ഡി ഓസിലേഷൻ. അപ്പോൾ ഇവിടെ ഡയോഡിൻ്റെ ധർമ്മം റെക്ടിഫിക്കേഷൻ ആണ്. റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ടാക്കി മാറ്റുക. അതായത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഓൾട്ടർനേറ്റിംഗ് സപ്ലൈ ആണ്, അതിനെ നമ്മുടെ ഉപകരണങ്ങളിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഡയറക്റ്റ് കറണ്ടായിട്ട് മാറ്റുക. അത് ചെയ്യുന്നത് ഡയോഡാണ്. ഡയോഡിൻ്റെ ധർമ്മം റെക്ടിഫിക്കേഷൻ ആണ്. ഇനി ഓപ്ഷൻ ബിയിൽ പറഞ്ഞിരിക്കുന്നത് വൈദ്യുതി സംഭരിച്ചു വെക്കൽ. അപ്പോൾ അത് വൈദ്യുതി സ്റ്റോറേജിന് യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റേഴ്സ് ആണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ്. ആംപിയർ, ഫാരഡ്, ഹെൻറി, ഓം. ഹെൻറിയാണ് ആൻസർ. ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് ഹെൻറിയാണ്. ഇനി ഓപ്ഷൻ എ തന്നിരിക്കുന്ന ആംപിയർ എന്തിൻ്റെ യൂണിറ്റ് ആണ്? ഇലക്ട്രിക്കൽ കറണ്ട്. ഫാരഡ് ഇലക്ട്രിക്കൽ കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ആണ്. ഇനി ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഓം. 24ാമത്തെ ക്വസ്റ്റ്യൻ, ക്രാന്തി വൃത്തത്തെ എത്ര ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു? 28, 30, 12, 365. ക്രാന്തി വൃത്തം എന്ന് പറയുന്നത് സൂര്യൻ ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്നതായി സങ്കല്പിക്കപ്പെടുന്ന ഒരു വൃത്തമാണ് ക്രാന്തി വൃത്തം. അതായത് ഒരു സർക്കിളാണ്. ഒരു സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പോയിന്റിന് ചുറ്റുമായിട്ട് അറിയാം 360 ഡിഗ്രിയാണുള്ളത്. ഈ 360 ഡിഗ്രിയെ 30 ഡിഗ്രി ആയിട്ടുള്ള ഡിവിഷൻസ് ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. അപ്പം ടോട്ടൽ 12 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതായത് സോഡിയാക് ആണ് ഈ പറയുന്നത്. സോഡിയാക് സയൻസ് 12 എണ്ണമാണുള്ളത്. നമ്മുടെ മലയാള മാസം ചിങ്ങം, കന്നി നോക്കുവാണെങ്കിലും എത്രയാണ്? 12 മാസങ്ങളുള്ളത്. അപ്പോൾ ക്രാന്തി വൃത്തത്തെ 12 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. 25ാമത്തെ ക്വസ്റ്റ്യൻ, പാചകവാതകത്തിന് ഗന്ധം കിട്ടാനായി ചേർക്കുന്ന പദാർത്ഥമാണ് ഈഥൈൽ ആൽക്കഹോൾ, ഈഥൈൽ മെർക്യാപ്റ്റൻ, ബെൻസീൻ, നാഫ്തലിൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ. പാചകവാതകത്തിന് ഗന്ധം കിട്ടാനായി ചേർക്കുന്ന പദാർത്ഥം ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ, കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനമാണ് LPG, LNG, ഹൈഡ്രജൻ, പെട്രോൾ. ഹൈഡ്രജൻ ആണ് ആൻസർ. കലോറിഫിക് മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഹൈഡ്രജൻ ആണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ട്രാൻസ്ഫോമറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, മോട്ടോർ നിയമം, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്ങിൻ്റെ ഇടത് കൈ നിയമം. ഇവിടെ ഒരു ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 28ാമത്തെ ക്വസ്റ്റ്യൻ,
ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഓപ്ഷൻ എ അലൂമിനിയത്തിലാണ്, ഓപ്ഷൻ ബി ശുദ്ധജലത്തിൽ കൂടിയാണ്, ഓപ്ഷൻ സി ശൂന്യതയിലാണ്, ഓപ്ഷൻ ഡി വായുവിലാണ്. അപ്പോൾ ശബ്ദത്തിന് സഞ്ചരിക്കാൻ വേണ്ടി മീഡിയം ആവശ്യമാണ്. ഇവിടെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് അലൂമിനിയത്തിലാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻഫ്രാസോണിക് ശബ്ദം. ഓപ്ഷൻ എ 20 കിലോ ഹെർട്സിൽ കൂടിയത്, ഓപ്ഷൻ ബി 200 കിലോ ഹെർട്സിൽ, ഓപ്ഷൻ സി 20 ഹെർട്സിൽ കൂടിയത്, ഓപ്ഷൻ ഡി 20 ഹെർട്സിൽ കുറഞ്ഞത്. അതായത് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്വസ്റ്റിക്സ് എന്നറിയപ്പെടുക. ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഡെസിബൽ ആണ്. ഇനി നമ്മുടെ ശ്രവണ പരിധി എന്ന് പറയുന്നത് 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. ഇനി ഇൻഫ്രാസോണിക് ആൻഡ് അൾട്രാസോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഹെർട്സിനേക്കാളും കുറഞ്ഞ ശബ്ദത്തിനാണ് നമ്മൾ ഇൻഫ്രാസോണിക് എന്ന് പറയുക. 20,000 ഹെർട്സ് അല്ലെങ്കിൽ 20 കിലോ ഹെർട്സിനേക്കാളും കൂടിയതാണ് അൾട്രാസോണിക്. ഇവിടെ നമ്മളോട് ഇൻഫ്രാസോണിക് ശബ്ദമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, 20 ഹെർട്സിൽ കുറഞ്ഞത്. 30ാമത്തെ ക്വസ്റ്റ്യൻ, നീല നിറത്തിൽ കാണപ്പെടുന്ന നക്ഷത്രമാണ് തൃക്കേട്ട, റീഗൽ, ചോതി, തിരുവാതിര. ഓപ്ഷൻ ബി ആണ് ആൻസർ, റീഗൽ ആണ് നീല നിറത്തിൽ കാണപ്പെടുന്ന നക്ഷത്രം. 31ാമത്തെ ക്വസ്റ്റ്യൻ, ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ ജൊഹാൻസൺ, ഓപ്ഷൻ ബി ലാമാർക്ക്, ഓപ്ഷൻ സി ഹർവിൻ ഖൊറാന, ഓപ്ഷൻ ഡി ഗ്രിഗർ ജോൺ മെൻഡൽ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ്, ജൊഹാൻസൺ ആണ് ആൻസർ. ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജൊഹാൻസൺ ആണ്. ഇനി ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്ന് പറയുന്നത് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവാണ്. അദ്ദേഹം പരീക്ഷണം നടത്തിയത് തോട്ടപ്പയറിലാണ്, ഗ്രീൻ പീയിലാണ്. അപ്പം ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവാണ്. ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ജൊഹാൻസൺ ആണ്. 32ാമത്തെ ക്വസ്റ്റ്യൻ, പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രവർത്തനം. സംവഹനം, സസ്യസേചനം, ഗട്ടേഷൻ, ആഗിരണം. ഓപ്ഷൻ സി ഗട്ടേഷൻ ആണത്. സസ്യസേചനം എന്ന് പറയുന്നത് ട്രാൻസ്പിരേഷൻ ആണ്. ട്രാൻസ്പിരേഷൻ നടക്കുന്നത് സസ്യങ്ങളിലെ ഇലകൾക്കടിയിലുള്ള സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ചെറിയ സുഷിരത്തിലൂടെയാണ്. അപ്പോൾ പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന പ്രവർത്തനം ഗട്ടേഷൻ എന്നറിയപ്പെടുന്നു. 33ാമത്തെ ക്വസ്റ്റ്യൻ, ഫംഗസ് ബാധ മൂലം ഉണ്ടാകുന്ന ഒരു രോഗം. മന്ത്, മലമ്പിനി, പേ, വിഷബാധ, വട്ടച്ചൊറി. ഫംഗസ് ബാധ മൂലം ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻ ഡി വട്ടച്ചൊറിയാണ്. ഇനി മന്ത് ക്യൂലക്സ് കൊതുകുകളാണ് പരത്തുന്നത്. മലമ്പിനി ഒരു പ്രോട്ടോസോയിൻ രോഗമാണ്, പ്ലാസ്മോഡിയമാണത് രോഗകാരി. പേ വിഷബാധ വൈറസ് രോഗമാണ്, റാബീസ്. ഇനി ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, പേ വിഷബാധയ്ക്കുള്ള വാക്സിൻ ആദ്യം കണ്ടെത്തിയത് ലൂയിസ് പാസ്റ്റർ ആണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. മൈക്കോപ്ലാസ്മ, ബാക്ടീരിയ, അമീബ, സൈനോബാക്ടീരിയ. അപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ടത് അമീബയാണ്, ഓപ്ഷൻ സി ആണ്. അതായത് സെല്ലുകളെ നമുക്ക്, അതായത് കോശത്തെ നമുക്ക് പ്രോകാരിയോട്ടിക് സെൽസ് എന്നും യൂക്കാരിയോട്ടിക് സെൽസ് എന്നും തിരിക്കാം. പ്രോകാരിയോട്ടിക് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു നോട്ട് ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആണ്. അതിൻ്റെ ഒരു ന്യൂക്ലിയസ് മർമ്മം ഇല്ലെന്ന് പറയാം. ഇനി ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു വെൽ ന്യൂക്ലിയസ് ഉള്ളതാണ് യൂക്കാരിയോട്ടിക് സെൽസ്. അതായത് ജന്തുകോശം, സസ്യകോശം ഇവയെല്ലാം തന്നെ യൂക്കാരിയോട്ടിക് സെൽസ് ആണ്. ഇവിടെ മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത് ബാക്ടീരിയ ആണ്. ബാക്ടീരിയാസ് എല്ലാം തന്നെ പ്രോകാരിയോട്ടിക്സ് ആണ്. ഇവിടെ അമീബ യൂക്കാരിയോട്ടിക് പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ അമീബയാണ്, ഓപ്ഷൻ സി ആണ് ആൻസർ. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ്. HNO3, HCl, H2SO4, CaCO3. ഇവിടെ ആൻസർ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്, ഓപ്ഷൻ ബി ആണ്. ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. 36 ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം. റൈബോസോം, മൈറ്റോകോൺഡ്രിയോൺ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ലൈസോസോം. അപ്പോൾ ഇവിടെ നമ്മൾ ജന്തുകോശത്തിൻ്റെയും സസ്യകോശത്തിൻ്റെയും ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് ലൈസോസോം. 37ാമത്തെ ക്വസ്റ്റ്യൻ, കാണ്ഡത്തിൽ ആഹാരം സംഭരിച്ചു വെക്കുന്ന ഒരു സസ്യം. ഓപ്ഷൻ എ കരിമ്പ്, ഓപ്ഷൻ ബി മരച്ചീനി, ഓപ്ഷൻ സി ക്യാരറ്റ്, ഓപ്ഷൻ ഡി ബീറ്റ്റൂട്ട്. ഇവിടെ കാണ്ഡത്തിൽ, അതായത് സ്റ്റെമ്മിൽ സ്റ്റോറേജ്, ആഹാരം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കരിമ്പാണ്. ബാക്കി ഈ മരച്ചീനി, ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ഇവയെല്ലാം തന്നെ സ്റ്റോറേജ് റൂട്ട്സ് ആണ്. അതായത് വേരിലാണ് ആഹാരം സംഭരിച്ചു വെക്കുക. ചേന, മധുരക്കിഴങ്ങ്, ഇഞ്ചി ഇവയെല്ലാം തന്നെ കാണ്ഡത്തിലാണ് ആഹാരം സംഭരിച്ചു വെക്കുക. ഇവിടെ ആൻസർ ഓപ്ഷൻ എ കരിമ്പ്. 38ാമത്തെ ക്വസ്റ്റ്യൻ, നാം ഒരു വസ്തുവിനെ നോക്കുമ്പോൾ പ്രതിബിംബം പതിയുന്നത് കണ്ണിൻ്റെ ഏതു ഭാഗത്താണ്? ഓപ്ഷൻ എ ലെൻസ്, ഓപ്ഷൻ ബി റെറ്റിന, ഓപ്ഷൻ സി കോർണിയ, ഓപ്ഷൻ ഡി നേത്രാവരണം. അതായത് നാം ഒരു വസ്തുവിനെ നോക്കുമ്പോൾ പ്രതിബിംബം പതിയുന്നത് റെറ്റിനയിലാണ്. 39 ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം.
ഓപ്ഷൻ എ മെനിഞ്ചസ്, ഓപ്ഷൻ ബി പ്ലൂറ, ഓപ്ഷൻ സി പെരിക്കാർഡിയം, ഓപ്ഷൻ ഡി കോശസ്തരം. ആൻസർ പെരിക്കാർഡിയമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. കാർഡിയോ എന്നൊക്കെ പറയുന്നത് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ്. അപ്പോൾ പെരിക്കാർഡിയമാണ് ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ടസ്തരം. ഇനി മെനിഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്? മെനിഞ്ചൈറ്റിസ്, തലച്ചോറിന് ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അപ്പം മെനിഞ്ചസ് എന്ന് പറയുന്നത് ബ്രെയിനിന്റെ ആവരണമാണ്. പ്ലൂറ ലങ്സ് അല്ലെങ്കിൽ ശ്വാസകോശത്തിന്റെ ആവരണമാണ്. കോശസ്തരം എന്ന് പറഞ്ഞാൽ സെൽ വോൾ ആണ്. ഒരു കോശത്തിന്റെ സെൽ വോൾ, കോശത്തിന്റെ പുറത്തുള്ള ആവരണമാണ് കോശസ്തരം വരിക. ഇപ്പൊ ഇവിടെ ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ടസ്തരം പെരിക്കാർഡിയം. 40ാമത്തെ ക്വസ്റ്റ്യൻ, പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ എത്ര അസ്ഥികളുണ്ട്? 216, 602, 206, 616. ഓപ്ഷൻ സി ആണ് ആൻസർ. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ 206 അസ്ഥികളുണ്ട്. 41ാമത്തെ ക്വസ്റ്റ്യൻ, ലക്ഷ്മി പ്ലാനം എന്നറിയപ്പെടുന്ന വിശാല പീഠഭൂമി ഏത് ഗ്രഹത്തിലാണ്? ഓപ്ഷൻ എ ശുക്രൻ, ഓപ്ഷൻ ബി ചൊവ്വ, ഓപ്ഷൻ സി ബുധൻ, ഓപ്ഷൻ ഡി ഭൂമി. ഓപ്ഷൻ എ ആണ് ആൻസർ. ശുക്രനിലാണ് ലക്ഷ്മി പ്ലാനം എന്നറിയപ്പെടുന്ന വിശാല പീഠഭൂമി. 42ാമത്തെ ക്വസ്റ്റ്യൻ, ആര്യന്മാർ മധ്യ ഏഷ്യയിൽ നിന്ന് വന്നവരാണ് അഭിപ്രായപ്പെട്ട ജർമ്മൻ ചരിത്രകാരൻ? മെഗസ്തനീസ്, മാക്സ് മുള്ളർ, മാസിഡോണിയ, ഹുയാങ്സാൻ. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. മാക്സ് മുള്ളർ ആണ് ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്ന് വന്നവരാണ് എന്നറിയപ്പെട്ട ജർമ്മൻ ചരിത്രകാരൻ. 43ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിൽ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്, എന്നാൽ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അമേരിക്കയാണ് ആൻസർ. ഓപ്ഷൻ സി. 44ാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യമായി 1969 മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ്? FD റൂസ്വെൽറ്റ്, എബ്രഹാം ലിങ്കൺ, ജോർജ് വാഷിംഗ്ടൺ, റിച്ചാർഡ് നിക്സൺ. ഓപ്ഷൻ ഡി റിച്ചാർഡ് നിക്സൺ ആണ് ആൻസർ. 45ാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ, തിരുക്കൊച്ചി, കേരളം എന്നീ ഭരണഘടകങ്ങളുടെ സാരഥിയായിരുന്ന ഏക വ്യക്തി? പട്ടം നാണുപിള്ള, CH മുഹമ്മദ് കോയ, C അച്യുതമേനോൻ, KR ഗൗരിയമ്മ. അപ്പം തിരുവിതാംകൂർ, തിരുക്കൊച്ചി, കേരളം എന്നീ ഭരണഘടകങ്ങളുടെ സാരഥിയായിരുന്ന ഏക വ്യക്തി പട്ടം താണുപിള്ളയാണ്. 46, ആഗ്ര പട്ടണം ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്, ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ, ഡൽഹി. ആൻസർ ഉത്തർപ്രദേശ് ആണ്. ആഗ്ര പട്ടണം ഉത്തർപ്രദേശിലാണ്. ചിലർക്കത് ഡൽഹി ആണെന്ന് തോന്നാം, പക്ഷെ ഉത്തർപ്രദേശാണ് ആൻസർ. 47, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധക്കളമായ സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? വാജ്പേയി, ഇന്ദിരാഗാന്ധി, ഡോക്ടർ മൻമോഹൻ സിംഗ്, നരസിംഹറാവു. ഓപ്ഷൻ സി ആണ് ആൻസർ. ഡോക്ടർ മൻമോഹൻ സിംഗ്. 48ാമത്തെ ക്വസ്റ്റ്യൻ, പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം എന്നീ പേരുകളുള്ള ഗ്രഹം? ബുധൻ, വ്യാഴം, ശനി, ശുക്രൻ. ഓപ്ഷൻ ഡി ശുക്രൻ ആണ് ആൻസർ. പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നൊക്കെ പേരുകളുള്ള ഗ്രഹം ശുക്രനാണ്. 49, ഇന്ത്യയുടെ തത്ത എന്ന് ചരിത്രത്തിൽ വിളിക്കപ്പെടുന്നത് ആരെ? അക്ബർ, അമീർ ഖുസ്രു, ഷാജഹാൻ, അലാവുദ്ദീൻ ഖിൽജി. ഓപ്ഷൻ ബി അമീർ ഖുസ്രു ആണ് ഇന്ത്യയുടെ തത്ത എന്ന് ചരിത്രത്തിൽ വിളിക്കപ്പെടുന്നത്. 50ാമത്തെ ക്വസ്റ്റ്യൻ, ശരീരോഷ്മാവ് ക്രമീകരിക്കുന്ന അവയവം? കരൾ, ത്വക്ക്, നാക്ക്, ഹൃദയം. ത്വക്കാണ്. ബി ആണ് ആൻസർ. 51, ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികച്ച കുഞ്ഞിന് നൽകിയ പേര്? അനുഷ്ക, അക്ഷയ, ആസ്ഥ, അഹല്യ. ആസ്ഥ അറോറയാണ് കുഞ്ഞിന്റെ പേര്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികച്ച കുഞ്ഞിന്റെ പേര് ആസ്ഥ. 52, ആധുനിക സോഷ്യലിസത്തിന്റെ പിതാവ്? മസീനി, മൊണ്ടസ്ക്യൂ, റൂസോ, കാറൽ മാക്സ്. ഓപ്ഷൻ ഡി കാറൽ മാക്സ് ആണ് ആൻസർ. 53, ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പുകളിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ? ശ്രീനാരായണ ഗുരു, സിസ്റ്റർ അൽഫോൻസ, മഹാത്മാഗാന്ധി, മീരാഭായി. ഇവിടെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ തപാൽ സ്റ്റാമ്പുകളിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരൻ മഹാത്മാഗാന്ധിയാണ്. 54, കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഒരു ഗ്രഹം? ശനി, വ്യാഴം, ശുക്രൻ, ബുധൻ. ഇവിടെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ശുക്രനാണ്. 55ാമത്തെ ക്വസ്റ്റ്യൻ, ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടതെന്ന്? 1911, 1951, 1947, 1921. 1911 ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ടത്. 56, പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണെന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരി? ഇലാൻഡ മോൺ, കൽപ്പന ചൗള, ഡെന്നിസ് ടിറ്റോ, രാകേഷ് ശർമ്മ. ഓപ്ഷൻ ഡി കൽപ്പന ചൗളയാണ് പ്രപഞ്ചം മുഴുവൻ എൻ്റെ ജന്മനാടാണെന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരി.
57ാമത്തെ ക്വസ്റ്റ്യൻ, പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ പിതാവ്? ബാലഗംഗാധര തിലകൻ, ഗോപാലകൃഷ്ണ ഗോഖലെ, മുഹമ്മദ് അലി ജിന്ന, ദാദാഭായ് നവറോജി. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ദാദാഭായ് നവറോജിയാണ്. 58ാമത്തെ ക്വസ്റ്റ്യൻ, സൂര്യഗ്രഹണം സാധാരണ ഉണ്ടാകുന്നത് ഏത് ദിവസമാണ്? പൗർണമി നാളിൽ, ചന്ദ്രഗ്രഹണ വേളയിൽ, അമാവാസി നാളിൽ. ഇതൊന്നുമല്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സൂര്യഗ്രഹണം എന്ന് പറയുന്നത് ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിലേക്ക് ചന്ദ്രൻ വരുമ്പോഴത്തേക്കും നടക്കുന്ന ഒരു പ്രതിഭാസമാണ് സൂര്യഗ്രഹണം, സോളാർ എക്ലിപ്സ്. ഇനി ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് സൂര്യന്റെയും ചന്ദ്രന്റെയും ഇടയിലേക്ക് ഭൂമി കടന്നു വരുമ്പോഴത്തേക്കും നടക്കുന്നതാണ് ചന്ദ്രഗ്രഹണം. പൗർണമി നാളും അമാവാസി നാളും, പൗർണമി എന്ന് പറഞ്ഞാൽ ഫുൾ മൂൺ ഡേ ആണ്, ചന്ദ്രൻ പൂർണ്ണമായും നമുക്ക് കാണപ്പെടുന്നു. അമാവാസി ന്യൂ മൂൺ ഡേ ആണ്, നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് ചന്ദ്രനെ കാണപ്പെടുന്നില്ല. അപ്പോൾ സൂര്യഗ്രഹണം സാധാരണ ഉണ്ടാകുന്നത് ഈ ഒരു ദിവസവുമല്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 59ാമത്തെ ക്വസ്റ്റ്യൻ, ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ? കോൺവാലിസ്, വെല്ലസി, റിപ്പൺ പ്രഭു, കേഴ്സൺ പ്രഭു. ഓപ്ഷൻ എ കോൺവാലിസ് പ്രഭു ആണ് ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ. 60, ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി? നെഹ്റു, പിംഗലി വെങ്കയ്യ, അംബേദ്കർ, ടി പ്രകാശം. അപ്പോൾ ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി ഓപ്ഷൻ ബി പിംഗലി വെങ്കയ്യാണ്. ഇനി 10 കണക്ക് ചോദ്യങ്ങളാണുള്ളത്. നമ്മൾ ഓൾറെഡി ഈ കണക്ക് ചോദ്യങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഈ കണക്ക് ചോദ്യങ്ങളുടെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളവർക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് കാണാവുന്നതാണ്. നമുക്കിനി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം. 71ാമത്തെ ക്വസ്റ്റ്യൻ, മീര യൂഷ്വലി ഡാഷ് ദ ചർച്ച് ട്വൈസ് ഇൻ എ മന്ത്? ഓപ്ഷൻ എ വിസിറ്റഡ്, ഓപ്ഷൻ ബി ഹാഡ് വിസിറ്റ്, ഓപ്ഷൻ സി വിസിറ്റ്, ഓപ്ഷൻ ഡി വിസിറ്റ്സ്. അപ്പോൾ ഇവിടെ വിസിറ്റ് എന്നുള്ളതാണ് വെർബ്, അതിൻ്റെ കറക്റ്റ് ഫോം ആണ് നമ്മൾ ചേർക്കേണ്ടത്. അപ്പോൾ ഇവിടെ മീര മാസത്തിൽ 2 പ്രാവശ്യം ചർച്ച് പള്ളിയിൽ പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വിസിറ്റ്സ് എന്ന് എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും? ഈ സെൻറ്റൻസ് യൂഷ്വലി എന്നൊരു വേർഡ് വരുമ്പോൾ തന്നെ നമുക്കറിയാം അത് സിമ്പിൾ പ്രസൻറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. യൂഷ്വലി എന്നുള്ള വേർഡ് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അപ്പോൾ തന്നെ വിസിറ്റഡ് ഓപ്ഷൻ എയും ഓപ്ഷൻ ബി ഹാഡ് വിസിറ്റും നമുക്ക് കളയാം. ഇനിയുള്ളത് വിസിറ്റും വിസിറ്റ്സും ആണ്. എപ്പോഴാണ് എസ് അല്ലെങ്കിൽ ഇ എസ് ഒരു വെർബിൻ്റെ കൂടെ ചേർക്കേണ്ടത്? ഇവിടെ തന്നിരിക്കുന്ന സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ. ഇപ്പോൾ ഇവിടെ മീര എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കാര്യമാണ്, സിംഗുലർ ആണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് ഈ വെർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം. ഇവിടെ വിസിറ്റ്സ് ആണ് വരിക. ഇനി ഇവിടെ ദേ അങ്ങനെ ഒരു പ്ലൂറൽ ഫോം ആണ് തന്നിരുന്നതെങ്കിൽ അവിടെ വിസിറ്റ് ആയിരുന്നു വരിക. അപ്പോൾ ഇവിടെ മീര യൂഷ്വലി വിസിറ്റ്സ് ദ ചർച്ച് ട്വൈസ് ഇൻ എ മന്ത്. 72, ലെറ്റ് us go for a walk. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡോൺ ബി, ഓപ്ഷൻ ബി ഡു വി, ഓപ്ഷൻ സി ഷാൽ ബി, ഓപ്ഷൻ ഡി ഷാൽ ഐ. ലെറ്റസ് കൂട്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറിയാം ഇവിടുത്തെ ക്വസ്റ്റ്യൻ ടാഗ് എന്താണ് വരിക? ഷാൽ ബി. ഓപ്ഷൻ സി ആണ് ആൻസർ. 73, ചിൽഡ്രൻ എൻജോയ് ഡാഷ് ബ്യൂട്ടി ഓഫ് നേച്ചർ? ദി, ആൻഡ്, എ, അറ്റ്. ചിൽഡ്രൻ എൻജോയ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. ഓപ്ഷൻ എ ആണ് ആൻസർ. 74ാമത്തെ ക്വസ്റ്റ്യൻ, ഹരി, ഐ വാസ് എ സ്റ്റുഡൻറ്റ് ഓഫ് APJ അബ്ദുൽ കലാം. അപ്പം നമുക്കിവിടെ റിപ്പോർട്ട് സ്പീച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്ന ഹരി സെഡ് ദാറ്റ് ഹി വേർ എ സ്റ്റുഡൻറ്റ് ഓഫ് APJ അബ്ദുൽ കലാം. അതെന്തായാലും അത് തെറ്റാണ്. കാരണം ഹി വരുമ്പോഴത്തേക്കും വേർ അല്ല, വാസ് ആയിരുന്നു വരേണ്ടത്. ഇനി ഓപ്ഷൻ ബി പറയാം, ഹരി സെഡ് ദാറ്റ് ഹി ഹാസ് ബീൻ എ സ്റ്റുഡൻറ്റ് ഓഫ് APJ അബ്ദുൽ കലാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഹാസ് ബീൻ, അതും ഹാസ് വരുമ്പോഴത്തേക്കും എന്താണ്? പ്രസൻറ്റ് ടെൻസ് ആണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഐ വാസ് എ സ്റ്റുഡൻറ്റ് എന്നാണ്. അപ്പോൾ വാസ് എന്ന് വരുമ്പോഴത്തേക്കും എന്താണ്? പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. ഇവിടേക്ക് വരുമ്പോഴത്തേക്കും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആകും. അപ്പോൾ ഓപ്ഷൻ സി നോക്കിയേ, ഹാരി സെഡ് ദാറ്റ് ഹി ഹാഡ് ബീൻ എ സ്റ്റുഡൻറ്റ് ഓഫ് APJ അബ്ദുൽ കലാം. അതാണ് കറക്റ്റ് ആൻസർ വരിക. ഓപ്ഷൻ ഡി നോക്കിയാലും എന്താണ്? ഹി വാസ് എ സ്റ്റുഡൻറ്റ് എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. 75ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കവിത റോട്ട് എ നോവൽ. ഓപ്ഷൻ എ തന്നിരിക്കുന്നത് എ നോവൽ വാസ് റിട്ടൺ ബൈ കവിത. ഓപ്ഷൻ ബി എ നോവൽ ഈസ് റിട്ടൺ ബൈ കവിത. ഓപ്ഷൻ സി എ നോവൽ വാസ് റോട്ട് ബൈ കവിത. ഓപ്ഷൻ ഡി എ നോവൽ ഈസ് റോട്ട് ബൈ കവിത. അതായത് തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിലാണ്, പാസീവ് വോയിസിലേക്ക് നമുക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്തായാലും ഒബ്ജക്റ്റ് വരും എ നോവൽ. ഇനി ഇവിടെ തന്നിരിക്കുന്നത് റോട്ട്, അതായത് റൈറ്റ് എന്നുള്ളതാണ് വെർബ്. റൈറ്റ്, റോട്ട്, റിട്ടൺ വെർബിൻ്റെ 3 ഫോംസ് ആണത്. ഇവിടെ റോട്ട് എന്ന് പറയുന്ന പാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പാസീവ് വോയിസ് വരുമ്പോഴത്തേക്കും വാസ് ഓർ വെയർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് വരും. അപ്പോൾ ഇവിടെ എ നോവൽ, റോട്ടിന് പകരമായിട്ട് എന്ത് വരും? വാസ് ഓർ വെയർ ആണ് വരുന്നത്. നോവൽ ആയതുകൊണ്ട് സിംഗുലർ ആയതുകൊണ്ട് വാസ് വന്നു.
അതിൻ്റെ കൂടെ റൈറ്റിൻ്റെ വെർബ് 3 ഫോംസ് എന്ന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറഞ്ഞാൽ റിട്ടൺ ആണ്. എ നോവൽ വാസ് റിട്ടൺ ബൈ കവിത. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാസീവ് ഫോം. ഓപ്ഷൻ എ ആണ് ആൻസർ. 76th ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദ സിനോണിയം ഓഫ് പ്രിമിറ്റീവ്. ഓപ്ഷൻ എ മോഡേൺ, ഓപ്ഷൻ ബി ഓർഡിനറി, ഓപ്ഷൻ സി ഏൻഷ്യന്റ്, ഓപ്ഷൻ ഡി പ്രസ്റ്റീജ്. അപ്പോൾ പ്രിമിറ്റീവിൻ്റെ സിനോണിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിനോട് സിമിലർ മീനിങ് ഉള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ പ്രിമിറ്റീവ് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുരാതനം അല്ലെങ്കിൽ ഏൻഷ്യന്റ്, ആ ഒരു മീനിങ് ആണ്. ഓപ്ഷൻ സി ആണ് വരിക. ഏൻഷ്യന്റ് എന്ന് പറഞ്ഞാലും പുരാതനം, പ്രിമിറ്റീവിൻ്റെ സിമിലർ മീനിങ് ആണുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആൻസർ. 77. ഡാഷ് ഈസ് ദ ഫ്രേസൽ വെർബ് ഓഫ് ദ വേർഡ് ടോളറേറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. പുട്ട് ഓൺ, പുട്ട് ഔട്ട്, പുട്ട് ഓഫ്, പുട്ട് അപ്പ് വിത്ത്. അപ്പോൾ പുട്ട് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് ഓൺ യുവർ ഷൂസ്, പുട്ട് ഓൺ യുവർ ക്ലോത്ത്, ധരിക്കുക എന്നാണ് മീനിങ് വരിക. പുട്ട് ഔട്ട് വരുന്ന പുട്ട് ഔട്ട് ഫയർ, അതായത് തീ കെടുത്തുന്നത്, പുട്ട് ഔട്ട്. പുട്ട് ഓഫ് എന്ന് പറയുന്നത് പോസ്റ്റ്പോൺ. ഒരു മീറ്റിംഗ് പുട്ട് ഓഫ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്പോൺ, മാറ്റി വെച്ചെന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ടോളറേറ്റ് എന്നുള്ള മീനിങ് വരുന്നത് പുട്ട് അപ്പ് വിത്ത് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 78th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ സഫിക്സ്? എൻകറേജ്, സക്സസ്ഫുൾ, ഡിസ്ലൈക്ക്, ഇമ്പോസിബിൾ. അപ്പോൾ ഇവിടെ ഈ ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താവുന്നതാണിത് പ്രിഫിക്സും സഫിക്സും. എൻകറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ പ്ലസ് കറേജ് ആണ്. സക്സസ്ഫുൾ, സക്സസ് പ്ലസ് ഫുൾ. ഓപ്ഷൻ സി ഡിസ് പ്ലസ് ലൈക്ക്. ഓപ്ഷൻ ഡി ഇം പ്ലസ് പോസിബിൾ, ഇമ്പോസിബിൾ. അപ്പോൾ ഈ 4 ഓപ്ഷൻ നോക്കുവാണെങ്കിൽ ഇതിൽ ഓഡ് വൺ ആയിട്ട് ഔട്ടായിട്ട് നിൽക്കുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സക്സസ് പ്ലസ് ഫുള്ള്. അപ്പോൾ പ്രിഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡിന് മുന്നിലായിട്ട് വരും, സഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡിന് ശേഷം വരും. ഇവിടെ സഫിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 79th ക്വസ്റ്റ്യൻ. വൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ് ആസ് എ ഹോൾ. മിസോജിനിസ്റ്റ്, മിസാൻഡ്രോപ്പ്, മിസോളജിസ്റ്റ്, മിസോഗമിസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ വേർഡ്സിൻ്റെ മീനിങ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ പറഞ്ഞിരിക്കുന്നത് മിസോജിനിസ്റ്റ്. മിസോജിനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു ഡിസ്ലൈക്സ് വിമൻ. പെണ്ണുങ്ങളെ ഇഷ്ടമല്ലാത്തവരാണ് മിസോജിനിസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഗൈനക്ക് എന്നുള്ള ആ വേർഡിൽ നിന്ന് തന്നെ മിസോജിനിസ്റ്റ്, ആ GY നിന്ന് തന്നെ നമുക്കത് ഓർത്തു വെക്കാം. ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് മിസോളജിസ്റ്റ്. ലോജിക്, ഐഡിയാസ്, റീസണിങ്. അപ്പോൾ എ പേഴ്സൺ ഹു ഡിസ്ലൈക്സ് ഐഡിയാസ് അല്ലെങ്കിൽ ലോജിക് അല്ലെങ്കിൽ റീസണിങ്, അതാണ് മിസോളജിസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ലോജിക് എന്നുള്ള വേർഡിൽ നിന്ന് അത് മനസ്സിലാക്കാം. മിസോഗമിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു ഡിസ്ലൈക്ക് വെഡ്ഡിങ്, അതായത് മാരേജ് ഹെയ്റ്റർ ആണ് മിസോഗമിസ്റ്റ് എന്ന് പറയുക. മാരേജ് ഹെയ്റ്റർ എന്ന് പറഞ്ഞാൽ കല്യാണത്തോട് ഇഷ്ടമല്ലാത്തവർ. ഇനി മിസ്സാന്ത്രോപ്പ് എന്ന് പറയുമ്പം ആന്ത്രോപ്പോളജി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു വേർഡിൽ നിന്ന് നമുക്ക് കിട്ടും മാൻകൈൻഡ്, ആ ഒരു വംശത്തെ തന്നെ ഇഷ്ടമല്ലാത്തവരാണ് മിസ്സാന്ത്രോപ്പ് എന്ന് പറയുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ വൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ് ഹാസ് എ ഹോൾ എന്ന് പറയുന്നത് മിസ്സാന്ത്രോപ്പ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 80th ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഈസ് ദ കറക്റ്റ് സ്പെൽഡ് വേർഡ്? അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതെന്ന് കണ്ടെത്താനാണ് പറയുന്നത്. ബ്രോഷറിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. BROCHURE. അപ്പം ഇംഗ്ലീഷ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നമുക്ക് അടുത്ത പാർട്ടിലേക്ക് കിടക്കാം. 81th ക്വസ്റ്റ്യൻ. സ്വതസാക്ഷാത്കാര സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആര്? കാൾ റോജേഴ്സ്, അബ്രഹാം മാസോ, ലോറൻസ് കോൾബർഗ്, കാൾ യൂങ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അബ്രഹാം മാസോ. സ്വതസാക്ഷാത്കാര സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ അബ്രഹാം മാസോ. 82th ക്വസ്റ്റ്യൻ. ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വത്തിന് 3 തലങ്ങളുണ്ട്. അവയിൽ ഒന്നാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓപ്ഷൻ എ സുഖേച്ഛയുടെ അടിസ്ഥാനത്തിൽ, ഓപ്ഷൻ ബി നൈതിക ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ, ഓപ്ഷൻ സി യഥാർത്ഥ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ, ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല. അപ്പം ഇവിടെ ആൻസർ സുഖേച്ഛയുടെ അടിസ്ഥാനത്തിലാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 83th ക്വസ്റ്റ്യൻ. ഓർമ്മയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തതേത്? ഓപ്ഷൻ എ കുട്ടികൾക്ക് വസ്തുതകൾ ഓർത്തെടുക്കാനും പ്രയോഗിക്കാനും കഴിയുന്നത് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ്. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് കാണാപ്പാഠം പഠിക്കുന്നത് ഹ്രസ്വകാല ഓർമ്മകളേക്കാൾ ദീർഘകാല ഓർമ്മകളിൽ സൂക്ഷിക്കുന്നത് പര്യാപ്തമാണ്. ഓപ്ഷൻ സിയിൽ പറഞ്ഞിരിക്കുന്നത് ആശയങ്ങൾ ശ്രേണീബദ്ധമായി ക്രമീകരിക്കുന്നത് ഓർമ്മകളിൽ നിലനിർത്തുന്നതിന് അനുയോജ്യമാണ്. ഓപ്ഷൻ ഡി വൈവിധ്യമുള്ള പഠനാനുഭവങ്ങൾ ലഭിക്കുന്നത് ദീർഘകാലം ഓർമ്മിക്കുന്നതിന് സഹായകരമാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുമായി യോജിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ കഴിയാത്തതെന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി ആണ്. ഒരു ലോജിക്ക് വെച്ച് തന്നെ നമുക്ക് എഴുതാം. ഓപ്ഷൻ ബി ആണ്. കാണാപ്പാഠം പഠിക്കുന്ന ഹ്രസ്വകാല ഓർമ്മകളേക്കാൾ ദീർഘകാല ഓർമ്മകളിൽ സൂക്ഷിക്കുന്നതിന് പര്യാപ്തമാണ്. ഓക്കെ. 84th ക്വസ്റ്റ്യൻ നോക്കാം. പ്രൈമറി ക്ലാസ്സുകളിൽ പഠനം എങ്ങനെയായിരിക്കണമെന്ന ചില പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. അവയിൽ നിങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നത് ഏതാണ്?
പഠനോപകരണങ്ങൾ ഉപയോഗിച്ച് വിശദീകരിച്ച് കൊടുക്കണം. കുട്ടിക്ക് ഉള്ളടക്കം ലഭിക്കുന്നതിനായിരിക്കണം പ്രാധാന്യം നൽകേണ്ടത്. എല്ലാ യൂണിറ്റുകളും പൂർണ്ണമാക്കുന്നതിനായിരിക്കണം പ്രഥമ പരിഗണന. ഓപ്ഷൻ ഡി പറഞ്ഞിരിക്കുന്നത് കുട്ടിയുടെ അന്വേഷണത്തിനും ചിന്തയ്ക്കും പ്രാധാന്യമുള്ള പഠന പ്രവർത്തനങ്ങൾ നൽകണം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കുട്ടിയുടെ അന്വേഷണത്തിനും ചിന്തയ്ക്കും പ്രാധാന്യമുള്ള പഠന പ്രവർത്തനങ്ങൾ നൽകണം. 85-ാമത്തെ ക്വസ്റ്റ്യൻ. സാമൂഹ്യ പഠനം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? E.L. തോണ്ടേക്ക്, ലെ വൈഗോട്സ്കി, ആൽബർട്ട് ബന്ദൂര, B.F. സ്കിന്നർ. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, ആൽബർട്ട് ബന്ദൂര. 86-ാമത്തെ ക്വസ്റ്റ്യൻ. എറിക് എറിക്സന്റെ സാമൂഹിക വികാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഘട്ടമാണ് സന്നദ്ധത അല്ലെങ്കിൽ കുറ്റബോധം. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തനാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഏതാണ്? കുട്ടിയുടെ അന്വേഷണത്വരയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നൽകണം. ചെറിയ വിജയങ്ങളായാലും അംഗീകരിക്കണം. കൂട്ടായ കളികളെ പ്രോത്സാഹിപ്പിക്കണം. ക്ലാസ്സുകളിൽ തന്നെ കൂടുതൽ സമയം ഇരുത്തി പഠന പ്രവർത്തനങ്ങൾ നൽകണം. ഇതിൽ തടസ്സം നിൽക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്ലാസ്സുകളിൽ തന്നെ കൂടുതൽ സമയം ഇരുത്തി പഠന പ്രവർത്തനം നൽകണം എന്നുള്ളത് ഈ കുട്ടിയെ അതിന് തരണം ചെയ്യാൻ പ്രാപ്തനാക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഒന്നാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 87. കുട്ടി തൻ്റെ മുന്നറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ അഥവാ അനുഭവത്തെ വ്യാഖ്യാനിക്കുന്നതിന് പിയാഷെ ഉപയോഗിക്കുന്ന പദം താഴെ പറയുന്നവയിൽ ഏതാണ്? സാംശീകരണം, സംസ്ഥാപനം, അനുരൂപീകരണം, സംയോജനം. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, സാംശീകരണം. 88-ാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ക്ലാസ് PTA യോഗം നടത്തുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പരിഗണന നൽകുന്നത് ഏതിനായിരിക്കും? കുട്ടിയുടെ പഠനകാര്യങ്ങളിൽ രക്ഷിതാക്കൾക്ക് എങ്ങനെയൊക്കെ ഇടപെടാൻ കഴിയുമെന്ന ക്ലാസ് നൽകും. കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥ രക്ഷിതാക്കളെ അറിയിക്കും. യോഗം വിളിക്കുമ്പോൾ രക്ഷിതാക്കളുടെ സൗകര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകും. ഓപ്ഷൻ ഡി, രക്ഷിതാക്കളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഒരുക്കും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ പരിഗണന നൽകുന്നത് ഓപ്ഷൻ ബി, കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥ രക്ഷിതാക്കളെ അറിയിക്കും എന്നതിനായിരിക്കുന്നു. 89-ാമത്തെ ക്വസ്റ്റ്യൻ. പ്രായോഗിക ബുദ്ധിമാപനം ആദ്യമായി അവതരിപ്പിച്ചത്? ലൂയി ടെർമാൻ, ഹെൻറി ഗൊറാഡ്, ആൽഫ്രഡ് ബിനെ, ഫ്രാൻസിസ് ഗാൾട്ടൺ. ഓപ്ഷൻ സി, ആൽഫ്രഡ് ബിനെയാണ് പ്രായോഗിക ബുദ്ധിമാപനം ആദ്യമായി അവതരിപ്പിച്ചത്. 90-ാമത്തെ ക്വസ്റ്റ്യൻ. ഫലപ്രദമായ പഠനത്തിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്കൂൾ അന്തരീക്ഷം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ സ്കൂൾ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട ഏറ്റവും അവസാനം പരിഗണിക്കേണ്ട ഘടകം ഏതാണ്? പഠനം ആഹ്ലാദകരമായ അനുഭവമാക്കി മാറ്റുന്നതിനുള്ള ആസൂത്രണം, പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുന്നത്, കുട്ടികളോട് അനുതാപവും വ്യക്തിബന്ധവും സൂക്ഷിക്കുന്ന അധ്യാപകർ, കുട്ടികളുടെ ക്ഷേമത്തോടൊപ്പം അധ്യാപകരുടെ ക്ഷേമവും പരിഗണിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും അവസാനം പരിഗണിക്കേണ്ട ഘടകമാണ്. അത് ഓപ്ഷൻ ഡി ആണ്, കുട്ടികളുടെ ക്ഷേമത്തോടൊപ്പം അധ്യാപകരുടെ ക്ഷേമവും പരിഗണിക്കുന്നത്. 91. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം രൂപപ്പെടുത്തിയ മനഃശാസ്ത്രജ്ഞൻ? പീറ്റർ സലോവെ, ഡാനിയൽ ഗോൾമാൻ, ഹൊവാർഡ് ഗാർഡ്നർ, ജോൺ മേയർ. ഓപ്ഷൻ സി, ഹൊവാർഡ് ഗാർഡ്നർ ആണ് ആൻസർ. 92. ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തതേത്? അനുയോജ്യമായ ഉദാഹരണങ്ങളോടൊപ്പം അനുയോജ്യമല്ലാത്ത ഉദാഹരണങ്ങൾ നൽകുന്നത് ആശയ രൂപീകരണത്തിന് തടസ്സം സൃഷ്ടിക്കും. നൽകുന്ന ആശയങ്ങൾ വ്യക്തവും മൂർത്തവുമായ ഉദാഹരണങ്ങളോട് കൂടിയതായിരിക്കണം. ഓപ്ഷൻ സി, പഠിച്ച ആശയങ്ങൾ പുതിയ സാഹചര്യത്തിൽ പ്രയോഗിക്കാനുള്ള സന്ദർഭങ്ങൾ ഒരുക്കണം. ഓപ്ഷൻ ഡി, പുതിയ ആശയങ്ങളെ കുട്ടികൾക്കറിയാവുന്ന സമാനമായ മുൻ ആശയവുമായി ബന്ധിപ്പിക്കാൻ കഴിയണം. അപ്പോൾ ഇവിടെ ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് യോജിക്കാൻ കഴിയാത്തത് ഓപ്ഷൻ എ തന്നെയാണ്. കാരണം അനുയോജ്യമായ ഉദാഹരണങ്ങളോടൊപ്പം അനുയോജ്യമല്ലാത്ത ഉദാഹരണങ്ങൾ നൽകുന്നത് ആശയ രൂപീകരണത്തിന് തടസ്സം സൃഷ്ടിക്കും. ഓപ്ഷൻ എ ആണ് ആൻസർ. 93. മനുഷ്യൻ ജനിക്കുന്നത് ഭാഷാ പഠന സംവിധാനത്തോടെയാണെന്ന് പറഞ്ഞ ഭാഷാശാസ്ത്രജ്ഞൻ ആര്? യാങ് പിയാഷെ, ഹൈഡഗർ, നോം ചോസ്കി, വോൾഫ്. ഓപ്ഷൻ സി ആണ് ആൻസർ, നോം ചോസ്കി. 94. വിമർശനാത്മക ചിന്തയുമായി പൊരുത്തപ്പെടാത്തത് ഏത്? ശരി ഉത്തരങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുക, കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ഉയർന്ന പരിഗണന നൽകുക, കുട്ടിയുടെ പ്രതികരണങ്ങൾക്ക് വിശദീകരണം ആവശ്യപ്പെടുക, കുട്ടികളുടെ ബുദ്ധിപരമായ ജിജ്ഞാസയെ പ്രോത്സാഹിപ്പിക്കുക. അപ്പം വിമർശനാത്മകമായ ചിന്തയുമായി പൊരുത്തപ്പെടാത്തതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, ശരി ഉത്തരങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുക. 95-ാമത്തെ ക്വസ്റ്റ്യൻ. അനുയോജ്യമല്ലാത്ത കൈത്താങ്ങ് ഏതാണ്? ഓപ്ഷൻ എ, കുട്ടിക്ക് സൂചനകൾ നൽകി സഹായിക്കുക, സ്വയം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ നൽകുക,
ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങളിലൂടെയും നിർദ്ദേശങ്ങളിലൂടെയും സ്വയം ആശയം രൂപീകരിക്കുന്നതിന് സഹായിക്കുക. കുട്ടിക്ക് ശരിയായ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പം അനുയോജ്യമല്ലാത്ത കൈത്താങ് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി, കുട്ടിക്ക് ശരിയായ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ആൻസർ. 96. പാഠ്യപദ്ധതി ചാക്രിക ആരോഹണ രീതിയിലാവണമെന്ന് നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞനാണ് ലെ വൈഗോട്സ്കി, ജെറോം എസ് ബ്രൂണർ, ജീൻ പിയാഷെ, ബി എഫ് സ്കിന്നർ. ഓപ്ഷൻ ബി, ജെറോം എസ് ബ്രൂണറാണ് ആൻസർ. 97. കുട്ടികളിൽ നൈതികത രൂപപ്പെടുത്തുന്നതിന് നിങ്ങൾ തീരെ പരിഗണിക്കാനിടയില്ലാത്തത്. നിയമങ്ങൾ ലംഘിക്കുന്ന അല്ലെങ്കിൽ മറ്റു കുട്ടികളെ കളിയാക്കുന്ന കുട്ടിക്ക് ലഘുവായ ശിക്ഷ നൽകും. ഓപ്ഷൻ ബി, ഓരോ കുട്ടിക്കും മികച്ച പരിഗണന നൽകും. ഓപ്ഷൻ സി, കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കും. ഓപ്ഷൻ ഡി, സഹപ്രവർത്തകരോടും കുട്ടികളോടും പരസ്പര ബഹുമാനത്തോടെ ഇടപെടും. അപ്പോൾ ഇവിടെ കുട്ടികളിൽ നൈതികത രൂപപ്പെടുത്തുന്നത് നിങ്ങൾ തീരെ പരിഗണിക്കാൻ ഇടയില്ലാത്തത് ചോദിച്ചിരിക്കുകയാണ്. ഓപ്ഷൻ എ, നിയമങ്ങൾ ലംഘിക്കുന്ന മറ്റു കുട്ടികളെ കളിയാക്കുന്ന കുട്ടിക്ക് ലഘുവായ ശിക്ഷ നൽകും. ഓപ്ഷൻ എ ആണ് ആൻസർ. 98. ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്തമായ ജനിതക വേരുകളാണുള്ളത്. രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയും സ്വതന്ത്രവുമായാണ്. ഭാഷാ വികാസത്തെക്കുറിച്ചുള്ള ഈ കണ്ടെത്തലുകൾ ആരുടേതാണ്? പിയാഷെ, ഹാൻസ്വർത്ത്, ഷാഫർ, വൈഗോട്സ്കി. ഓപ്ഷൻ ഡി, വൈഗോട്സ്കിയുടേതാണ്. ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്തമായ ജനിതക വേരുകളാണുള്ളത്. രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയും സ്വതന്ത്രവുമായാണ്. ഇത് വൈഗോട്സ്കിയുടേതാണ്. 99. സമയോജന തന്ത്രങ്ങളിൽ ഒന്നാണ് പ്രക്ഷേപണം. പ്രക്ഷേപണവുമായി യോജിക്കുന്നത് ഏത്? പീഡാനുഭവങ്ങളെ അബോധ മനസ്സിലേക്ക് തള്ളുക, സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള പരാജയങ്ങൾക്ക് മറ്റു കാരണങ്ങൾ കണ്ടെത്തുക, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന മനോഭാവം, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന രീതി. അപ്പം സമായോജന തന്ത്രങ്ങളിൽ ഒന്നാണ് പ്രക്ഷേപണം. ഈ പ്രക്ഷേപണവുമായി യോജിക്കുന്നത് ഓപ്ഷൻ ബി, സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള പരാജയങ്ങൾക്ക് മറ്റു കാരണങ്ങൾ കണ്ടെത്തുന്നതാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 100ാമത്തെ ക്വസ്റ്റ്യൻ. ഏതുതരം വിലയിരുത്തലിലാണ് അതീത ചിന്തയുടെ സാധ്യതകളുള്ളത്? പഠനത്തിനായുള്ള വിലയിരുത്തൽ, പഠനത്തിൻ്റെ വിലയിരുത്തൽ, വിലയിരുത്തൽ തന്നെ പഠനം, ഇതൊന്നുമല്ല. ഓപ്ഷൻ സി ആണ് ആൻസർ, വിലയിരുത്തൽ തന്നെ പഠനം. അപ്പോൾ ഇന്ന് നമ്മൾ 100 ക്വസ്റ്റ്യൻസ് ആണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 കണക്ക് ചോദ്യങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനൽ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.